കോഴിക്കോട്ടെ മരുന്ന് ദൗർലഭ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ അവിടെ എം കെ രാഘവൻ ആരംഭിച്ച 24 മണിക്കൂർ ഉപവാസ സമരം, നിരാഹാര സമരം ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ അവസാനിപ്പിക്കും. ഇന്നലെയും പ്രിൻസിപ്പൾ ഈ കുടിശ്ശിക കൊടുക്കാനുള്ള കരാറുകാരുമായിട്ടൊക്കെ സംസാരിച്ചു. ഒക്ടോബർ മാസം മുതലുള്ള കുടിശ്ശിക ഈ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ മരുന്ന് വിതരണം താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ വിഷയത്തിൽ എന്തായാലും കോഴിക്കോട് വലിയ പ്രശ്നമുണ്ട്. രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് സർക്കാർ പല ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ രോഗികൾ വരുന്നു, കൂടുതൽ രോഗികൾ നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിലേക്ക് വരുന്നത് നല്ലതാണ്, വിശ്വാസമുള്ളത് നല്ലതാണ്. പക്ഷേ അവിടെ മരുന്ന് കൊടുക്കുക എന്നുള്ളത് സർക്കാരിന് പ്രഥമ ബാധ്യതയാണല്ലോ. നമുക്കിപ്പം സാനിയോ മുനിമി ചേരുന്നുണ്ട്. സാനിയോ, ഗുഡ് മോർണിംഗ് സാനിയോ. റിപ്പോർട്ടർ TV നമ്മൾ പുറത്തുവിട തുടർച്ചയായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം. എന്തെങ്കിലും പരിഹാരമുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇന്നിപ്പോൾ എം കെ രാഘവൻ്റെ സമരം അവസാനിക്കുകയാണ്. പക്ഷേ അത് അവസാനിക്കുന്നുവെന്ന് കരുതേണ്ട, പ്രതിഷേധം ശക്തമായി തന്നെ തുടരാനല്ലേ സാധ്യത? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് അല്പസമയം മുൻപ് സംസാരിച്ച DCC അധ്യക്ഷനും പറഞ്ഞിരിക്കുന്നത്. സമരം അല്പസമയത്തിനകം അവസാനിക്കും. അതിനു മുൻപ് തന്നെ നമുക്ക് MP യോട് സംസാരിക്കാമെന്ന് കരുതുന്നു. അതായത് ആരോഗ്യവകുപ്പ് പറയുന്നത് രോഗികൾ കൂടുതൽ വരുന്നു, കൂടാതെ ഇതൊരു പ്രാദേശിക പ്രശ്നം, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മാത്രം പ്രശ്നമാണ് എന്നൊക്കെയാണ്. അല്ല, ഇത് എന്തുകൊണ്ടാണ് രോഗികൾ കൂടുന്നു എന്ന് മന്ത്രി ഉത്തരം പറയണം. എന്തുകൊണ്ട് കൂടുന്നു? ഒന്ന്. മറ്റൊന്ന്, ഇദ്ദേഹം പറഞ്ഞ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല. കാരണം എല്ലാ വർഷവും രോഗികൾ കൂടാറുണ്ട്. എന്തുകൊണ്ടാണ് മരുന്ന് കൊടുക്കാൻ കഴിയാത്തത്? ഇവിടെ വരുന്ന സമ്പന്നന്മാരല്ല, പണക്കാരല്ല, പാവപ്പെട്ടവരാണ്, ഒരു നിവൃത്തിയില്ലാത്തവരാണ് ഇവിടെ വരുന്ന. ആലോചിക്കണം, എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് മരുന്ന്? ഇവിടെ ആവശ്യം മരുന്ന് കൊടുക്കാന്നുള്ളതാണ്, അത് കൊടുക്കുന്നില്ല. ഇത് മന്ത്രി ഒളിച്ചോടാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഒരു നിമിഷം വേണ്ട. സമരം ഇതിൻ്റെ തുടർച്ചയുണ്ടാകും. ഇവിടെ മരുന്ന് കൊടുക്കുന്നില്ലെങ്കിൽ, ചികിത്സ നിഷേധിച്ചാൽ ശക്തമായ സമരം പോകും. അതാണ് പറയാനുള്ളത്. ചികിത്സ നിഷേധിക്കുകയും മരുന്ന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതലായി സമരത്തിലേക്ക് DCC പോകും എന്നാണ് DCC അധ്യക്ഷനടക്കം ആ കാര്യം പറയുകയും ചെയ്തു. ആരോഗ്യമന്ത്രിയെ പരസ്യമായി വഴിയിൽ തടയുമെന്നുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ അദ്ദേഹം, അതായത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. മാത്രമല്ല ജില്ലയിലെ ഒരു പരിപാടികളിലും ആരോഗ്യമന്ത്രിയെ പങ്കെടുപ്പിക്കില്ല എന്നൊരു ആഹ്വാനവും അദ്ദേഹം നൽകുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് മന്ത്രിയും മരുന്ന് വിതരണക്കാരുമായി ചർച്ചയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അതിലും പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്. മരുന്ന് വിതരണക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കുടിശ്ശിക മുഴുവനായി കൊടുത്തു തീർക്കണം, കുറച്ച് മാസങ്ങളിലേത് മാത്രം കൊടുത്തു തീർക്കരുത് എന്നായിരുന്നു. അതേസമയം ആരോഗ്യവകുപ്പ് പറയുന്നത് കാരുണ്യ വഴിയുള്ള മരുന്ന് കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്തുമെന്നാണ്. ഇപ്പോൾ എം കെ രാഘവൻ MP തന്നെ സംസാരിക്കുന്നു. നമുക്ക് അതിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. ഈ ഉപവാസ സമരം സമാപനത്തിന് ഇവിടെ എത്തിച്ചേർന്ന മലയാളത്തിൻ്റെ വിമാനമായ സാനിയോ പറയുന്നത് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം തന്നെയാണ്. അതിൽ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധാപൂർവമായ ഇടപെടൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള അനാസ്ഥയും ഇക്കാര്യത്തിൽ പാടില്ല. രോഗികൾക്ക് പ്രാഥമികമായിട്ടുള്ള മരുന്നുകൾ പോലും ചിലയിടങ്ങളിൽ ലഭ്യമാകുന്നില്ല എന്നാണ് അറിയുന്നത്. ഒക്ടോബർ മാസം മുതലുള്ള കുടിശ്ശികയാണ്. സ്വാഭാവികമായിട്ടും മരുന്ന് കമ്പനിക്കാർ കൊടുക്കില്ല, അവർ സ്വകാര്യ കമ്പനികളാണ്. 6 മാസത്തിൽ കൂടുതൽ എങ്ങനെയൊക്കെയാണ് പിടിച്ചു നിൽക്കുക.